പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി മുറിച്ച സമയത്തുള്ള എന്റെ റീലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ ഈ ചെറ്റ തന്തയില്ലാത്ത നായിന്റെ മോൻ പിന്നെ ഇട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൾ ലെസ്ബിയൻ ആയിരുന്നു, ഞാൻ ലെസ്ബിയൻ ആയിരുന്നു, ഒരു മുസ്ലിം പെൺകുട്ടിയുമായി ഞാൻ റിലേഷൻഷിപ്പിലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ വീണ്ടും പെണ്ണായെന്നല്ല, ഇപ്പോ ഞാൻ ലെസ്ബിയൻ അല്ല. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കണം, പിന്നെ അണ്ടിത്താത്താനെ പറയുന്നതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കണം. പിന്നെ എന്റെ കഴിഞ്ഞു പോയ കാലം അതായിരുന്നു ഇത്രേ. ഞാൻ ലെസ്ബിയൻ ആയിരുന്നു, പിന്നെ ഒരു കുട്ടിയുമായിട്ട് പിന്നെ എനിക്ക് അഗാധമായി പ്രണയം ആയിരുന്നു നോക്കിയാണ് ഈ ചെറ്റ പറയുന്നത്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ആൻഡ് വർഷ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ ജാസി താത്തായെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന പുതിയ അവതാരത്തിനെ ഹെലൻ എടുത്ത് ഉടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി, അത് നിങ്ങളോട് പങ്കുവെക്കാം എന്ന് കരുതി അങ്ങനെ വന്നതാണ്. അപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോകല്, മാക്സിമം സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, കൂടെ അവസാനം വരെ വീഡിയോ കാണുവാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊണ്ട് തന്നെ നെഗറ്റീവ് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇല്ലാത്ത കുറേ തെണ്ടിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, അതിൽ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അഗേൻസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ഞാൻ സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ഈ ചെങ്ങായിക്ക് കമന്റ് ബോക്സിൽ എഴുതിയിട്ടു ഇതാണ് കാര്യം എന്നുള്ളത്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്തു. ഈ തന്തയില്ലാത്തവൻ അത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ വീണ്ടും പോയി കമന്റ് ഇട്ടു, എന്തുകൊണ്ട് എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. ഈ നട്ടലില്ലാത്ത കുറേ നായ്ക്കൾ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു നായി മറ്റത് എനിക്കൊന്ന് അതേ കണത്തപ്പെട്ടൊരു നായിയാണ് ഇത് എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞ് ഇവനിട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്നെ ടിക്ടോക്കിൽ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, ടിക്ടോക്കിലുള്ള സമയം ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് എന്റെ മുടി ബോബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വളർത്തി, പിന്നെ വീണ്ടും ഞാൻ ബോബ് ചെയ്തു. പിന്നെ ഞാനത് ബോയ്ക്കട്ട് അടിച്ചു. മുടി ഷോർട്ടാക്കുക എന്നുള്ളതിന്റെ അർത്ഥം, നമ്മൾ മുടി മുറിച്ചു, മുടി ഒന്ന് ഷോർട്ടാക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഈ ചെറ്റനോട് ആരോ പറഞ്ഞു തോന്നുന്നു, പെൺകുട്ടികൾ മുടി മുറിച്ചാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ മുടി മുറിച്ച് ജീൻസും ഷർട്ടും ടീഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ലെസ്ബിയൻ ആണ് കേട്ടോ. ഈ ചെങ്ങായിനെ ആരോ പറഞ്ഞു വെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവന്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി മുറിച്ച സമയത്തുള്ള എന്റെ റീലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ ഈ ചെറ്റ തന്തയില്ലാത്ത നായിന്റെ മോൻ പിന്നെ ഇട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൾ ലെസ്ബിയൻ ആയിരുന്നു, ഞാൻ ലെസ്ബിയൻ ആയിരുന്നു, ഒരു മുസ്ലിം പെൺകുട്ടിയുമായി ഞാൻ റിലേഷൻഷിപ്പിലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ വീണ്ടും പെണ്ണായെന്നല്ല, ഇപ്പോ ഞാൻ ലെസ്ബിയൻ അല്ല. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കണം, പിന്നെ അണ്ടിത്താത്താനെ പറയുന്നതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കണം. പിന്നെ എന്റെ കഴിഞ്ഞു പോയ കാലം അതായിരുന്നു ഇത്രേ. ഞാൻ ലെസ്ബിയൻ ആയിരുന്നു, പിന്നെ ഒരു കുട്ടിയുമായിട്ട് പിന്നെ എനിക്ക് അഗാധമായി പ്രണയം ആയിരുന്നു നോക്കിയാണ് ഈ ചെറ്റ പറയുന്നത്. എന്നിട്ട് ഞാൻ വളരെ നീറ്റായിട്ട് ആ ചെങ്ങായിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട്. പിന്നെ ലാസ്റ്റ് ഇട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് അല്ല, ഞാനിത് പറയുന്നതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ജാസിനെ ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ കോൺടാക്ട് നമ്പർ കിട്ടി, എങ്ങനെ സംസാരിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ അത്രയും സൈബർ ബുള്ളിങ് നേരിടുന്ന സമയത്ത് ഇവർ അങ്ങനെ ബുള്ളിങ് ചെയ്യുന്നത് അവരെ മെന്റലി എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ സമയത്തല്ല, ഇവര് ഈ ഇങ്ങനെ ഗർഭനാടകവും സർജറി നാടകവും ഒന്നും ഈ സമയത്തല്ല, മുന്നേ ഒരു ടൈമിൽ പിന്നെ ഈ നാടകങ്ങൾക്കൊക്കെ മുന്നേ പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വ്യക്തിക്കെതിരെ ഒരിക്കലും ഞാൻ ആളുടെ വീഡിയോസോ ആളെ ഫോട്ടോയോ ഒന്നും കാണിക്കില്ല. കാരണം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണെന്നുള്ളത്. പിന്നെ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിവസം എന്റെ കോണ്ടന്റ് ഒരു 10-12 വെച്ച് ആൾ ഇടുന്നുണ്ട് കേട്ടോ. നീ ഇടണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്തായാലും നിന്നെ ഞാൻ കാണും. കാരണം ഞാൻ ഒരു സാധനം, ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ അധികം അങ്ങനെ ഇതുപോലെയുള്ള വള്ളി കേസുകൾ പിടിക്കാത്തതാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോവാത്തതാണ്. പക്ഷെ പോകണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. എന്റെ മോർഫിങ്ങിന്റെ കേസ് ഇപ്പം 5 വർഷമായിരിക്കുകയാണ്. 5 വർഷം ഞാനത് വിട്ടിട്ടില്ല. പല ആൾക്കാരും 16ഓളം പെൺകുട്ടികളിൽ 15 പേരും വിട്ടു, ഞാൻ വിട്ടിട്ടില്ല. അത് ഞാൻ വിടൂല്ല. വിടരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിടൂല, നിന്നെ ഞാൻ വിടൂല. കാരണം ഞാൻ വിടൂല എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു, ഇവനോട് ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞു ഞാൻ കേസ് ഫയൽ ചെയ്യും. കാരണം ഏതടിസ്ഥാനത്തിലാണ് ഞാൻ മുടി വെട്ടിയതിന് ഞാൻ ലെസ്ബിയൻ ആയിരുന്നു, ഞാനൊരു മുസ്ലിം പെൺകുട്ടിയുമായിട്ട്, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലും ഞാനൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. ഞാൻ എന്തായാലും കേസ് ഫയൽ ചെയ്യും, നമുക്ക് എന്തായാലും കോടതിയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് നട്ടലില്ല എന്നുള്ളത് ഞാൻ ഇട്ട കമന്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. എന്നിട്ട് ഞാൻ പുതിയ വീഡിയോ ഇറക്കി, ഞാൻ തെറി വിളിച്ചു ഇവനെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ കമന്റ് ഇട്ട് വളരെ കൃത്യമായിട്ട്, ഞാൻ എവിടെയെങ്കിലും താങ്കളെ തെറി വിളിച്ചിട്ട് ഉള്ള ഒരു വേർഡെങ്കിലും, ഒരു ചെറിയൊരു വേർഡെങ്കിലും ഞാൻ അയച്ച മെസ്സേജിൽ മോശമായിട്ടൊരു വേർഡെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഞാൻ ആൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ തന്നെയാണ് എനിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ തരം ചേറ്റകളാണ് നമ്മുടെ ഇടയിൽ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
ഉള്ള കാര്യങ്ങൾ പറയാം, ഇല്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് പറയരുത്. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ഐ ലവ് ദാറ്റ്. എനിക്ക് എപ്പോഴും പോസിറ്റീവിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള സാധനങ്ങളാണ്. ഇത് ഇല്ലാത്ത കാര്യങ്ങളല്ല. നിങ്ങൾ പിന്നെ നെഗറ്റിവിറ്റി എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. പിന്നെ ഈ പറയുന്നത് പോലെ നെഗറ്റീവായിട്ടുള്ള കുറെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷെ ഒരിക്കലും എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ സഹിക്കൂല, ഞാനത് ക്ഷമിച്ച് തരൂല്ല. ഇപ്പം ഞാൻ മുന്നേ പറയുന്ന പോലെ ഇതുപോലെയുള്ള ഈ അണ്ടിത്താത്തനെ പോലെയുള്ള ടീംസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ടീമാണ്. ഒക്കെ ഇങ്ങനത്തെ ടീമാണ്. സത്യമായിട്ട് ഞാൻ പറയാലോ, ഒക്കെ ഈ ടീമാണ്. അല്ലാതെ വീട്ടിൽ നല്ലൊരു തള്ളക്കും തന്തക്കും ഉണ്ടായ ഒരാളും ഇങ്ങനെയുള്ള ടീംസിനെ സപ്പോർട്ട് ചെയ്യില്ല. ഈ ഗർഭനാടകവും കണ്ട തിട്ട നാടകവും ഒക്കെ ചെയ്യുന്ന ടീംസിനെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഇതേ ചെറ്റ, ഞാനിപ്പോ കേസ് കൊടുത്തെന്ന് പറഞ്ഞ ഇതേ ചെറ്റ ഇട്ട വേറൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഈ ഹെലനോസ് പാർട്ടിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര വലിയ കൂതറയാണ് എന്നുള്ളത്. ആ വീഡിയോക്കാണ് ഞാൻ വളരെ കൃത്യമായിട്ട് കമന്റ് കൊടുത്തിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ വിളിക്കുന്ന തെറിക്ക് കയ്യും കണക്കും കാലൊന്നുമില്ല. ശരിയാണ്, ഞാൻ വിളിക്കുന്ന തെറിക്ക് കയ്യും കണക്കും കാലും ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ ആ കമന്റിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന, നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഞാൻ അനാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു കാര്യവും ഇല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ ഞാൻ പട്ടി എന്ന് പോലും വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സാധനം നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ, ഒരു പ്രൊവോക്കിങ്ങും ഒരു സാധനവും ഇല്ലാതെ, അല്ലെങ്കിൽ എന്റെ പിന്നെ തന്തയ്ക്ക് വിളിക്കാതെ, അല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. റിയാക്ഷൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റേതായിട്ടുള്ള രീതിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പോകുന്ന എന്നെ അനാവശ്യമായിട്ട് വന്നിരുന്ന് ചൊറിഞ്ഞ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വന്നിരുന്ന് ഇങ്ങോട്ട് തെറി വിളിച്ച, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൂടെ കിടക്കാൻ വരുമോ, പിന്നെ ഒരു രാത്രിക്ക് എത്ര പൈസയാവും, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങന്മാരെയും ഒക്കെ വിടുമോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ അടിവസ്ത്രങ്ങൾ തരുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരെ ഉമ്മം വെച്ച് പൂജിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അത് ഞാൻ പഠിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള ടീംസ് പടച്ചവൻ നാവ് കൊടുത്തിട്ടുണ്ട്, നട്ടല് കൊടുത്തിട്ടുണ്ട്. എന്തിരുന്നാൽ പോലും എന്റെ പെങ്ങളെയും എന്റെ വീട്ടിലുള്ള എന്നെ ഉണ്ടാക്കിയ താന്തനെയും തളനെയും ആര് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന ടീംസിനെ പോലെ അല്ല ഞാൻ. ആ ഗണത്തിൽ നിങ്ങൾ ആരും എന്നെ പെടുത്തും വേണ്ട. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ എനിക്ക് തിരിച്ചു പെരുമാറാൻ അറിയുള്ളൂ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അനാവശ്യവും തോന്നിയവാസവും എന്റെ അടുത്ത് വന്ന് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഞാനും ഇപ്പോഴത്തെ ഞാനും ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. വെറുത്തേക്ക് ഞാൻ ചീത്ത വിളിക്കും. അതിലൊരു സംശയം ആയിരിക്കും വേണ്ട. ഞാൻ ചീത്ത വിളിക്കുന്നതൊക്കെ തന്തയുണ്ടോ, തന്ത ചത്തുപോയോ, തള്ളയുണ്ടോ, തള്ള ചത്തുപോയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ഇതൊക്കെ ഈ തള്ളക്ക് വിളിയും തന്തക്ക് വിളിയും കേൾക്കുന്നതിന് മുന്നേ ആലോചിക്കണം. തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നതിന് മുന്നേ ആലോചിക്കണം. അപ്പൊ എഗെയിൻ ഞാൻ പറയുന്നു, ഞാൻ ഒരാളെയും ഒരു കാര്യവും ഇല്ലാണ്ട് അങ്ങോട്ട് പോയി ചീത്ത വിളിച്ച് ചരിത്രമില്ല. അങ്ങനെ ആരെങ്കിലും വന്നിരുന്ന് പറയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഹെലനോസ് പാർട്ടി ഇങ്ങോട്ടേക്ക് വെറുതെ ആദ്യം തന്നെ ഒരു ഇതും ഇല്ലാണ്ട് ആദ്യം തന്നെ എന്നെ വന്നിട്ട് നായിന്റെ മോളെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായോണ്ട് പറഞ്ഞ പോരാ, അതേത് നായിന്റെ മക്കൾക്കും പറയാം. അല്ലാതെ തെളിവ് സഹിതം വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം, ഞാൻ ഇതിന് മുന്നേയും ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ സോഷ്യൽ ഹാൻഡിൽസ് മൊത്തം ഡിലീറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ കുത്തിരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ടോപ്പിക്കുമായി കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക.